ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസ് ചെയ്ത ഒരു സൗത്ത് കൊറിയൻ ആന്തോളജി ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് അർബൻ മിത്സ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ 3 ഷോർട്ട് ഹൊറർ സ്റ്റോറീസ് കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ചോയ് തന്റെ കാറ് റോഡ് സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. സസ്പീഷ്യസ് ആയിട്ട് അവിടെ ചോയുടെ കാറ് കിടക്കുന്നത് കണ്ട് ആ പോലീസുകാരൻ കാറിന്റെ അടുത്തേക്ക് വന്നു. ചോയ്ക്കാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വെപ്രാളപ്പെട്ട് കാറിലുണ്ടായിരുന്ന ഡ്രഗ്സിന്റെ പൊതികളൊക്കെ സീറ്റിനടിയിലായിട്ട് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണോ? ആ ലൈസൻസ് ഒന്ന് കാണിച്ചേ. ഇത് കേട്ട് ചോയ് ചോദിക്കും, എന്താ സാർ വല്ല പ്രശ്നമുണ്ടോ? അതിന് ഓഫീസർ പറയും, ഈ പരിസരത്ത് വന്യജീവികളുടെ ആക്രമണം കൂടുതലാണ്, അതുകൊണ്ട് ചെക്കിങ്ങിനായിട്ട് ഇറങ്ങിയതാന്നും പറഞ്ഞ് ആ ഓഫീസർ ചോയുടെ കാറിന്റെ വിൻഷീൽഡില് കൈ വെക്കുന്നുണ്ട്. പോലീസ് അങ്ങനെ ലൈസൻസ് ചെക്ക് ചെയ്യുന്നു. കാറിന്റെ ഫ്രണ്ട് സൈഡ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി. എന്തോ കാർ എവിടെയോ ചെന്ന് ഇടിച്ചതുപോലെ ബമ്പറൊക്കെ തകർന്നിരിക്കുകയാണ്. എന്തോ പന്തികേട് തോന്നിയ ഓഫീസർ കാറിനകത്തേക്ക് എത്തി നോക്കി. ചോയ് അത് കണ്ട് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി മറഞ്ഞിരിക്കുകയാണ്. ചോയ്ക്കിപ്പോ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതിയെന്നായി. നിങ്ങളെ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നും പറഞ്ഞ് ആ പോലീസുകാരൻ അവിടെ നിന്ന് പോയി. പിന്നെ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല. ചോയ് വേഗം തന്നെ കാർ എടുത്ത് ഡ്രൈവ് ചെയ്ത് പോവാണ്. ഈ സമയം ചോയുടെ വൈഫ് അയാളെ ഫോൺ ചെയ്ത് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. സമയം പാതിരാത്രിയായി. നിങ്ങൾ എന്താ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാത്തെ? ഇങ്ങനെ രാവും പകലും ജോലി ചെയ്യാൻ നിങ്ങൾ എന്താ വല്ല അടിമയാണോ? അതിന് ചോയ് വൈഫിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ചെറിയൊരു അപകടം പറ്റി. മാനോ കരടിയോ അങ്ങനെ എന്തോ കാറിന് മുന്നിലേക്ക് ചാടി. മാർക്കിന്റെ വൈഫ് അങ്ങനെ അയാളെ ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് പുള്ളിക്കാരൻ ആകെ അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആയി കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ അങ്ങ് താഴേക്ക് വീണു. പെട്ടെന്നാണ് കാറിന് മുന്നില് ഒരു മാൻ വന്ന് നിൽക്കുന്നത്. പെട്ടെന്ന് കാറ് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയെങ്കിലും ഇപ്പൊ ആ മാനിനെ അവിടെ കാണുന്നില്ല. അല്ല, ഈ ടണലിനകത്ത് മാൻ ഇങ്ങനെ വന്നെന്നും പറഞ്ഞ് അയാൾ ചുറ്റും നോക്കുന്ന നേരത്ത് കുറച്ചു മുൻപ് ആ പോലീസുകാരൻ കാർ ചെക്ക് ചെയ്തിരുന്നില്ലേ? അപ്പോ ആ ഓഫീസറിന്റെ കൈയടയാളം വിൻഷീൽഡിൽ പതിഞ്ഞിരുന്നു. ആ കൈപ്പാട് കണ്ടതോടെ ചോയ്ക്ക് ആകെ ഭ്രാന്തായി. എന്തോ പ്രേതത്തെ കണ്ടതുപോലെ എന്റെ കാറിൽ നിന്ന് കൈയെടുത്ത് മാറ്റാൻ പറഞ്ഞ് ആകെ ബഹളം വെക്കാൻ തുടങ്ങി. അത് മാച്ചു കളയാനായിട്ട് വൈപ്പർ ഓണാക്കി നോക്കിയെങ്കിലും അത് മാഞ്ഞു പോകുന്നില്ല. ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് പുള്ളിക്കാരൻ ഗ്ലാസിനകത്ത് ക്ലീൻ ചെയ്ത് നോക്കുമ്പോഴോ ആ കൈപ്പാടുകൾ മാഞ്ഞുപോയി. ഇപ്പോ ചുറ്റും നോക്കുമ്പോ കാറിന്റെ ഗ്ലാസ് മുഴുവനും കൈപ്പാടുകളാണ്. അത് കണ്ടതോടുകൂടി ചോയാകെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. താൻ എന്തിനാ ഇതൊക്കെ കാണുന്നേ? ഇതൊക്കെ തന്റെ തോന്നല് മാത്രമാണ്. ആദ്യം ഈ നശിച്ച സാധനം ദൂരെ എവിടെയെങ്കിലും വലിച്ചെറിയണം, എന്നാലേ ശരിയാവൂന്നും പറഞ്ഞ് ചോയ് ആ ടണലിൽ നിന്ന് പുറത്തേക്ക് കിടന്നു. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നതും ആളൊഴിഞ്ഞ പ്രദേശത്ത് കാർ നിർത്തി ചോയ് പുറത്തേക്ക് ഇറങ്ങി. ആരെങ്കിലും വരുന്നുണ്ടോന്ന് ചുറ്റും നോക്കി പേടിച്ച് കാറിന്റെ ട്രങ്ക് തുറന്നു നോക്കി. ആ ട്രങ്കിനകത്ത് ഒരു പെട്ടി ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഡെഡ് ബോഡിയാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിരുന്ന ചോയ് ഒരു പെൺകുട്ടിയെ കാറിടിച്ച് കൊലപ്പെടുത്തി. അതൊരു അപകടം മാത്രമായിരുന്നു. ആ ഒരു ഡെഡ് ബോഡി ആരും അറിയാതെ കാട്ടിൽ ഉപേക്ഷിക്കാനാണ് അന്നേരം ചോയ് റോഡ് സൈഡിലായിട്ട് കാറ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസ് വന്നില്ലേ? ആ ബാഗിന് വെളിയിലേക്ക് ആ പെൺകുട്ടിയുടെ മുടി കിടക്കുന്നത് കണ്ട് ചോയ്ക്ക് ആകെ ഭ്രാന്തായി. നീ എന്തിനെന്റെ കാറിന് മുന്നിലേക്ക് വന്ന് ചാടിയത്? നീ എന്തിനത് ചെയ്തെന്നും പറഞ്ഞ് ഒരു കത്തിയെടുത്ത് ആ മുടി അങ്ങ് മുറിച്ചു കളഞ്ഞു. ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിക്കുക. എന്തായാലും ചോയ്ക്ക് ആ ഡെഡ് ബോഡി കാട്ടിൽ ഉപേക്ഷിക്കാനുള്ള ധൈര്യമൊന്നുമില്ല. ആളൊഴിഞ്ഞ മറ്റൊരു സ്ഥലം തെരഞ്ഞ് അയാൾ ആ കാറെടുത്ത് അവിടെ നിന്ന് പോവാണ്. മുന്നോട്ട് പോകും തോറും ചോയുടെ ഉള്ളിലെ മരണ ഭയമാണ്. എങ്ങോട്ട് പോകണം, ഇതെവിടെ കളയും, അയാൾക്ക് യാതൊരു പിടുത്തവുമില്ല. ആ സമയത്ത് ചോയ്ക്ക് ആ ടണലിനുള്ളില് താൻ കാറിടിച്ച് കൊലപ്പെടുത്തിയ ആ പെൺകുട്ടിയുടെ പ്രേതത്തെ കാണാം. അത് കണ്ട് പേടിച്ച് കിളിപോയ പുള്ളിക്കാരൻ ടണലിനകത്ത് കാറ് നിർത്തി ആ പ്രേതത്തെ ചീത്ത വിളിക്കുക. ഇതെന്റെ തെറ്റല്ല, നീ എന്താ എന്നോട് കളിക്കാണോ? നിന്നെ ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാന്നും പറഞ്ഞ് ചോയ് ആ ട്രങ്കും തുറന്ന് ഒരു ചുറ്റിക എടുത്ത് ആ പെട്ടിയിലുള്ള ഡെഡ് ബോഡിയുടെ തലക്കിട്ട് അടിക്കുകയാണ് ഒരു ഭ്രാന്തനെ പോലെ. എന്നിട്ട് ആ പെട്ടി തുറന്നു നോക്കുമ്പോഴോ അതിനകത്ത് ആ ഡെഡ് ബോഡി കാണുന്നില്ല. ഈ ഒരു കാര്യം കണ്ട് ചോയ് അങ്ങനെ മരണ ഭയത്തില് പേടിച്ച് വിറച്ച് നിൽക്കുക. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രിക് ബോക്സ് അത് തനിയെ തുറന്നു വന്നു. അതിനകത്ത് ഒടിഞ്ഞ് തിരിഞ്ഞ് ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. ചോയ് എങ്ങനെയാണോ ആ ഡെഡ് ബോഡി ബാഗിനകത്ത് വെച്ചിരുന്നത് അതുപോലെ തന്നെ. ഇത് കണ്ടു നിന്ന ചോയുടെ കാര്യം പറയണ്ടല്ലോ. പുള്ളിക്കാരനെ പേടിച്ചിട്ട് പിന്നെ അനങ്ങാൻ വയ്യ. ആ പ്രേതം അങ്ങനെ തലയും കാലൊക്കെ ഒടിച്ച് തിരിച്ച് ആ ബോക്സിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ ഒരൊറ്റ സെക്കൻഡിൽ തന്നെ ടണലിനകത്തെ പവർ മൊത്തത്തിൽ പോയി. ഇത് കണ്ട് ചോയ് അങ്ങനെ പേടിച്ച് കരയുക. നിനക്ക് എന്താ വേണ്ടത്? നീയല്ലേ എന്റെ കാറിന് മുന്നിലേക്ക് വന്ന് ചാടിയത്? അവൻ ആ പ്രേതത്തെ കണ്ണു പൊട്ടുന്ന ചീത്ത വിളിച്ച് പെട്ടെന്ന് തന്നെ കാറിലേക്ക് ഓടിക്കേറി. അപ്പോഴോ കാറ് സ്റ്റാർട്ടാവുന്നുണ്ടോ? ആ പ്രേതം ഇപ്പൊ കാറിന് പിൻസീറ്റിലിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കേൾക്കുന്നത് ചോയുടെ കരച്ചില് മാത്രമാണ്. ഈ ഒരു സീനോടെയാണ്
ടണൽ എന്ന ഈ ഒന്നാമത്തെ കഥ അവസാനിക്കുന്നത്. ഇനി രണ്ടാമത്തെ കഥയുടെ പേരാണ് ദ വുമൻ ഇൻ റെഡ്. സ്റ്റോറിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ കഥാനായിക സൂജിനെയാണ് നമ്മളെ കാണിക്കുന്നത്. സൂജിനും ഫ്രണ്ട്സും അവരുടെ ഹൈസ്കൂൾ സമയത്തെ സുഹൃത്തിന്റെ മരണാനന്തര ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പറഞ്ഞു വന്ന ഇപ്പൊ മരണപ്പെട്ട യൂജിൻ എന്ന പെൺകുട്ടി ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇവർ തമ്മിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചിട്ട് തന്നെ ഏകദേശം 5 വർഷങ്ങളായി. അവർക്ക് 3 പേർക്കും യൂജിൻ ആത്മഹത്യ ചെയ്തതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ നായികയുടെ ഫ്രണ്ട്സ് പറയും നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരുവിധം എല്ലാവരും വന്നു, പക്ഷേ ഒരാൾ മാത്രം വന്നിട്ടില്ല, ഹൈഞ്ചു. ആ പേര് കേട്ടതോടെ നായിക ആകെ ഡിസ്റ്റർബ്ഡായി. നമുക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്യാനുണ്ട്. നായിക സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞ് തന്റെ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് പോവുക. സൂജിൻ ഈ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അങ്ങനെ കാറ് പാർക്ക് ചെയ്ത് സൂജിൻ പാർക്കിംഗ് ലോട്ടിലൂടെ നടക്കുമ്പോൾ അവിടെ ഇരുട്ടത്തായിട്ട് ചുവന്ന വസ്ത്രം ധരിച്ച് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടാവും. ആദ്യം അവൾ ആ രൂപത്തെ കണ്ട് പേടിച്ചെങ്കിലും നായിക അതത്രയ്ക്ക് കാര്യമാക്കി എടുക്കാതെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. എത്രയൊക്കെ ചിന്തിച്ചിട്ടും സൂജിന് യാതൊരു സമാധാനവുമില്ല. ആ സ്ത്രീ ആരായിരിക്കും? എന്തിനായിരിക്കും എന്റെ പിന്നാലെ നടക്കുന്നത്? അവള് അന്ന് തന്നെ തന്റെ അയൽവാസിയോട് ആ ചുവന്ന വസ്ത്രം ധരിച്ച ആ സ്ത്രീയെ പറ്റി ചോദിക്കും. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി താൻ ആ സ്ത്രീയെ കാണുന്നുണ്ട്, അവരിവിടെ തന്നെയാണോ താമസിക്കുന്നത്? അതിന് ആ നെയ്ബർ പറയും, ഞാനങ്ങനെ ആരെയും കണ്ടിട്ടില്ല. സൂജിൻ അങ്ങനെ അയൽവാസിയോട് നന്ദിയൊക്കെ പറഞ്ഞ് തിരികെ തന്റെ മുറിയിലേക്ക് നടന്നു. പെട്ടെന്ന് തന്റെ പിറകിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. ആരോ തന്റെ പിന്നാലെ നടക്കുന്നത് പോലെ. പേടിച്ചരണ്ട് അവള് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അതാ ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീയാണ്. ആ രൂപത്തെ കണ്ട് പതറിപ്പോയ നായിക പേടിച്ച് വെപ്രാളപ്പെട്ട് ഡോർ തുറന്ന് വീടിനകത്തേക്ക് ഓടിക്കേറി. അവള് പേടിച്ച് ഇന്റർകോം വഴി പുറത്തേക്ക് നോക്കി. പെട്ടെന്നാണ് സൂജൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കണ്ണു തുറക്കുന്നത്. ഈ കണ്ടതെല്ലാം തന്നെ വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നോ? സൂജിൻ ഇങ്ങനെ പേടിച്ച് കിളി പോയിട്ടിരിക്കുന്ന നേരത്താണ് അവളുടെ ഡയറക്ടർ അവളെ ഫോൺ ചെയ്യുന്നത്. ഉടനെ തന്നെ നായിക തന്റെ പ്രസന്റേഷൻ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്ത് നോക്കി. ഈ സമയത്താണ് അവൾ തന്റെ ഹൈസ്കൂളിലെ ഇയർ ബുക്ക് ശ്രദ്ധിക്കുന്നത്. വേഗം തന്നെ അവൾ ആ ബുക്ക് എടുത്ത് മറച്ചു നോക്കി. ആ 4 സുഹൃത്തുക്കൾക്ക് തൊട്ടടുത്തായിട്ട് ഹൈഞ്ചു എന്ന ആ പെൺകുട്ടിയെ കണ്ട് നായിക ആകെ അങ്ങ് അപ്സെറ്റായി. ഇന്നവരുടെ ഫ്രണ്ടിന്റെ മരണാനന്തര ചടങ്ങിന് ഈ ഒരു പെൺകുട്ടി മാത്രം വന്നിരുന്നില്ല. അടുത്ത ദിവസം സൂജിൻ ജോലിക്ക് പോകാനായിട്ട് അപ്പാർട്ട്മെന്റിൽ നിന്നിറങ്ങി പാർക്കിംഗ് ലോട്ടിൽ എത്തുമ്പോ ആ ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീ അവളെ തന്നെ നോക്കി അങ്ങനെ തന്നെ നിൽക്കുക. ഇത് കണ്ട് അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവളത് ചോദിച്ച് മുന്നോട്ട് നടന്നു. ഈ സമയം അതുവഴി ഒരു കാറ് പാസ് ചെയ്തു പോയി. പിന്നെ നോക്കുമ്പോ ആ രൂപത്തെ അവിടെ കാണുന്നില്ല. ഒരു കാറ്റുപോലെ ആ സ്ത്രീ അവിടെ നിന്ന് മാഞ്ഞുപോയി. ഇത് കണ്ടതോടെ സൂജന് ശരിക്കും പേടിയായി തുടങ്ങി. അന്ന് ഓഫീസിലെത്തിയ നായിക തന്റെ കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തിനോട് ഇന്നലെ മരണപ്പെട്ട ആ സുഹൃത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. യുൻജി എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അവൾക്ക് എന്താ പറ്റിയത്? നീ പറഞ്ഞത് അവള് ബാൽക്കണിന്ന് താഴേക്കെടുത്ത് ചാടിയെന്നല്ലേ? ആരെങ്കിലും അവളെ കൊലപ്പെടുത്തിയതാണെങ്കിലോ ആരെങ്കിലും തള്ളിയിട്ടതാണെങ്കിലോ? അതിന് ആ ഫ്രണ്ട് പറയും, അങ്ങനെയായിരിക്കില്ല. യുൻജിയുടെ അപ്പാർട്ട്മെന്റിന്റെ ഡോറ് അകത്തു നിന്ന് ലോക്കായിരുന്നു. ആരും ആ വീടിനകത്തേക്ക് കയറിയിട്ടില്ല. ഇത് കേട്ട് ആകെ കൺഫ്യൂസായി നായിക അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോ ആ ഫ്രണ്ട് അവളോട് പറയും, ചില മനുഷ്യർക്ക് മറ്റു ചിലരെ സന്തോഷിക്കുന്നത് തീരെ ഇഷ്ടമല്ല. നിങ്ങളെപ്പോലെ തന്നെ നീയും യുൻജിയും അതുപോലെ തന്നെയായിരുന്നു. ഇത് കേട്ട് നായിക ഒന്ന് സ്റ്റക്കായി. നീ എന്തേ പറഞ്ഞു വരുന്നേ? അതിനാ സുഹൃത്ത് മറുപടി ഒന്നും പറയില്ല. ഇല്ല, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അന്ന് വൈകിട്ട് സൂജിൻ ജോലി കഴിഞ്ഞ് അപ്പാർട്ട്മെന്റിലെത്തി 8th ഫ്ലോറിലേക്ക് പോവാനായിട്ട് ലിഫ്റ്റിനകത്തേക്ക് കയറി. എന്നാൽ 3rd ഫ്ലോറിലെ ഡോർ തുറക്കുമ്പോ ദേ എലിവേറ്ററിന് പുറത്താ രൂപം നിൽക്കുന്നു. തലയിൽ നിന്നും കണ്ണിൽ നിന്നൊക്കെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവളാകെ പാനിക്കായി പെട്ടെന്ന് തന്നെ ബട്ടൺ പ്രസ് ചെയ്ത് ഡോർ ലോക്ക് ചെയ്യുന്നു. പക്ഷേ പല ഫ്ലോറിലെ ഡോർ തുറക്കുമ്പോഴും അവിടെയൊക്കെ ആ പ്രേത രൂപമാണ്. അവസാനം 8th ഫ്ലോറിലെത്തി. ഇത്തവണ ആ പ്രേതരൂപം ലിഫ്റ്റിനകത്തേക്ക് പതിയെ നടക്കാൻ തുടങ്ങി. പേടിച്ചു പോയ സൂജിൻ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ലിഫ്റ്റിന് പുറത്തേക്ക് ഓടി. എങ്ങനെയൊക്കെയോ ഓടിച്ചെന്ന് വീടിന്റെ ഡോർ തുറക്കാൻ നോക്കിയിട്ട് ആ ഡോർ തുറക്കാനും പറ്റുന്നില്ല. ആ പ്രേതങ്ങനെ അവളുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുക. വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ സൂജിൻ നേരെ അപ്പാർട്ട്മെന്റിന് മുകളിലേക്ക് ഓടി. എന്നാൽ റൂഫ് ടോപ്പിലേക്കുള്ള ഡോർ ലോക്കാണ്, അത് തുറക്കാനും പറ്റുന്നില്ല. പിന്നെ താഴേക്ക് നോക്കുമ്പോ ഇപ്പൊ ആ പ്രേതത്തെ താഴെ കാണുന്നില്ല. പിന്നെ ഒട്ടും തന്നെ ചിന്തിക്കാൻ നിന്നില്ല. സൂജിൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്പാർട്ട്മെന്റിന് താഴേക്ക് ഓടി. അവള് സഹായത്തിനായിട്ട് ആരെയോ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു കൈ വന്ന് സൂജിന്റെ തലമുടി പിടിച്ച് വലിക്കുകയാണ്. ആ പ്രേതം സൂജിനെ പിടിച്ച് വലിച്ച് ചുമര് വഴി ആ കെട്ടിടത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. അവള് എന്നെ സഹായിക്കേ, രക്ഷിക്കേന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുന്നുണ്ട്. അങ്ങനെ ആ പ്രേതം അവളെയും കൊണ്ട് റൂഫ് ടോപ്പിലെത്തിയതും നായികയുടെ കണ്ണിൽ നോക്കിയിട്ട് പറയും, ഇത് ഞാനാണ് ഹൈഞ്ചു. ഇത് പറഞ്ഞ ആ പ്രേതം അവളെ എടുത്ത് താഴേക്കെറിഞ്ഞു. നായിക താഴേക്ക് വീണ് മരിക്കുകയാണ്. ഇതിനുശേഷം നായികയുടെ മുറിയിലേക്ക് എത്തിയ ആ പ്രേതം അവരുടെ ഹൈസ്കൂൾ ഫോട്ടോ നോക്കിയിട്ട് പറയും, യു ആർ നെക്സ്റ്റ്,
യു ജസ്റ്റ് വെയിറ്റ്. ഇനി അടുത്തത് നായികയുടെ മറ്റു 2 സുഹൃത്തുക്കളാണ്. ഈ സൂജനും സുഹൃത്തുക്കളും ചേർന്ന് ബുള്ളി ചെയ്ത് ഒത്തിരി ഉപദ്രവിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു ഹൈഞ്ചു. ആ പെൺകുട്ടിയുടെ പ്രേതമാണ് ഇപ്പോൾ അവരെ ഓരോരുത്തരെയായിട്ട് കൊന്നോണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് 2ാമത്തെ കഥ അവസാനിക്കുന്നത്. അടുത്തത് 3ാമത്തെ കഥയുടെ പേരാണ് ടൂത്ത് വൂംസ്. കഥ തുടങ്ങുന്നത് ഡെന്റിസ്റ്റായ കഥാനായകൻ ചാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. നായകൻ ഒരു പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ നേരമായിട്ട് മറ്റൊരു പേഷ്യന്റ് പല്ലുവേദനയെടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതോടെ ചാങ് പെട്ടെന്ന് തന്നെ ആ പേഷ്യന്റിന്റെ പല്ലുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. പല്ലിനൊന്നും യാതൊരു കുഴപ്പമില്ല, പക്ഷേ അയാൾ പല്ലുവേദനയെടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് വേദന മാറാനായിട്ട് അയാൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്ന് രാത്രിയായതോടെ ക്ലിനിക്കിലെ ഹെഡ് നഴ്സ് ജോലിയൊക്കെ കഴിഞ്ഞു പോയി. നായകൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ക്ലിനിക്കിലെ സിങ്കിനകത്ത് നിന്ന് എന്തൊക്കെയോ ഒരു അനക്കം കേൾക്കുന്നത്. അവൻ ആ സിങ്കിനകത്തെ പ്ലഗ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് നിറയെ വോംസ് ആണ്. ഇപ്പോഴാണ് നായകനെ ഒരു കാര്യം സ്ട്രൈക്കായത്. ഇന്ന് രാവിലെ ഒരു പേഷ്യന്റ് പല്ലുവേദനയാണെന്ന് പറഞ്ഞ് വന്നിരുന്നില്ലേ? അന്നേരം നോക്കിയപ്പോൾ ചങ്ങന എക്സ്റേക്കകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പൊ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ പേഷ്യന്റിന്റെ പല്ലിനല്ല പ്രശ്നം, പല്ലിന്റെ റൂട്ടിനകത്ത് നിറയെ ആ സിങ്കിനകത്ത് കണ്ട വോംസ് ആണ്. ഇത് കണ്ട് ചാങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുക. ഇതുപോലെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അടുത്ത ദിവസം തന്നെ നായകൻ തന്റെ ഒരു സുഹൃത്തിനോട് ഈ കാര്യം പറയുന്നുണ്ട്. പുള്ളിക്കാരൻ ഒരു പ്രൊഫസറാണ്. ഇതുപോലെ ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കേസ് പണ്ട് കാലത്തെങ്ങാണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെ ആ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം അവൻ ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ലൈബ്രറിയിലേക്ക് ചെന്നു. മനുഷ്യ ശരീരത്തെ മൊത്തത്തിലായിട്ട് ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു തരം പാരസൈറ്റ് ആണ് ഈ വൂംസ്. 1940s കൊറിയയില് വളരെ സീക്രട്ട് ആയിട്ട് നടത്തിയ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പാരസൈറ്റ് മനുഷ്യരിലേക്ക് ഇൻഫെക്റ്റഡ് ആയത്. ഇത് പെട്ടെന്ന് തന്നെ മനുഷ്യരിലേക്ക് സ്പ്രെഡ് ആവും. ഇത് മനുഷ്യരുടെ മരണത്തിന് തന്നെ കാരണമാവും. ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് യാതൊരു മാർഗവുമില്ല. ചാങ് അങ്ങനെ തിരിച്ച് ക്ലിനിക്കിലേക്ക് എത്തുമ്പോൾ അതേ പേഷ്യന്റ് തന്നെ പല്ലുവേദനയെടുത്ത് കരഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. നായകനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. സത്യം പറഞ്ഞ അവൻ ആ പേഷ്യന്റിന്റെ അടുത്തേക്ക് പോവാൻ തന്നെ പേടിയാണ്. പിന്നെ വേറെ വഴിയില്ലാതെ 2-3 മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ട് അവൻ ആ പേഷ്യന്റിന്റെ അടുത്തേക്ക് ചെന്നു. ഇപ്പോ ആ വേദനയ്ക്ക് കാരണം ആ പാരസൈറ്റ് ആണ്. നായകൻ വേഗം തന്നെ ഓപ്പറേറ്റ് ചെയ്ത് ആ വോംസിനൊക്കെ എടുത്തു മാറ്റി. ആ പേഷ്യന്റും ഒന്ന് സൈലന്റ് ആയി. അയാൾക്കിപ്പോ വേദനയില്ല. പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല, ആ പേഷ്യന്റ് ഒരു ഭ്രാന്തനെ പോലെ അലറിക്കരയാൻ തുടങ്ങി. പല്ലിലുണ്ടായിരുന്ന ആ പാരസൈറ്റ് ഇപ്പോ പുള്ളിക്കാരന്റെ കണ്ണിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. തലച്ചോറിലേക്ക് എത്തി. അവസാനം അയാൾ ഒരു സോംബി ആയിട്ട് മാറി. ഉടനെ തന്നെ ആ കെട്ടും പൂട്ടൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ആ പേഷ്യന്റ് ചാങ്ങിന്റെ കഴുത്തിലേക്ക് കടിച്ചു. ഇത് കണ്ട് പേടിച്ചു പോയ ഹെഡ് നഴ്സ് ആ പേഷ്യന്റിനെ പിടിച്ചു മാറ്റി. 3 പേരും നിലത്തേക്ക് മറിഞ്ഞു വീണു. ആ നഴ്സിനും സോംബിയുടെ കടി കിട്ടി. നായകന് പിന്നെ എന്താ ചെയ്യണമെന്നറിയില്ല. അവൻ പെട്ടെന്ന് തന്നെ ക്യാബിനകത്തേക്ക് ഓടിക്കേറി. ഇപ്പോ അവൻ ആ കഴുത്തിലെ മുറിവ് തൊട്ടു നോക്കുമ്പോ ആ മുറിവില് മുഴുവനും ആ വോംസ് ആയിരുന്നു. അവനും ഇൻഫെക്റ്റഡ് ആയി പതിയെ ഒരു സോംബി ആയിക്കൊണ്ടിരിക്കുക. ജീവൻ രക്ഷിക്കാനുള്ള വെപ്രാളത്തില് നായകൻ തന്റെ പല്ലൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ വൈറസ് മൊത്തത്തില് നായകൻ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു. ചാങ്ങും ഒരു സോംബി ആയിട്ട് മാറി. ഇങ്ങനെയാണ് ടൂത്ത് വൂംസ് എന്ന ഈ 3ാമത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.